മഹാത്മാഗാന്ധി വിഷയത്തിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഇൻഫ്ലുവൻസസ് ഓൺ ഗാന്ധി. ഗാന്ധിജിയുടെ സ്വാധീനങ്ങൾ. പോർബന്ദർ ആൻഡ് ഏർലി ഇൻഫ്ലുവൻസസ്. പോർബന്ദറും പ്രാരംഭ സ്വാധീനങ്ങളും. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. കൃഷി, മത്സ്യബന്ധനം, വ്യാപാരം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രധാന സാമ്പത്തികം. മതസാമൂഹിക വൈവിധ്യം നിറഞ്ഞ പോർബന്ദറിലെ സമാധാന സഹവാസം ഗാന്ധിജിയിൽ സഹിഷ്ണുതയും ഐക്യവും വളർത്തിയിരുന്നു. പിതാവായ കരംചന്ദ് ഗാന്ധി ദിവാനായിരുന്നതിനാൽ ഭരണകാര്യങ്ങളുടെ സ്വാധീനം അദ്ദേഹം ബാല്യത്തിൽ തന്നെ കണ്ടു. ദാരിദ്ര്യം, അസമത്വം, ജാതിവ്യവസ്ഥ എന്നിവയിലെ കാഴ്ചപ്പാടുകൾ നേരിട്ട് അനുഭവിച്ച ഗാന്ധിജിക്ക് സാമൂഹിക നീതി, സമത്വം ഉൾക്കൊള്ളുന്ന സമൂഹം എന്നീ ആശയങ്ങളിൽ പ്രതിബദ്ധത വളർന്നു. ഫാമിലി. ഗാന്ധിജിയുടെ കുടുംബം. ഗാന്ധിജിയുടെ ബാല്യത്തിൽ അമ്മ പുത്ലിബായി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പുത്ലിബായിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഉപവാസം, മതാനുഷ്ഠാനം, സത്യനിഷ്ഠ, ആത്മാർപ്പണം എന്നിവയായിരുന്നു. ഗാന്ധി ഒരിക്കലും അസത്യവാക്ക് പറഞ്ഞിരുന്നില്ല. തൻ്റെ അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഒരിക്കലും ചെയ്യില്ല എന്ന് ഗാന്ധിജി പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നിരുന്നാലും ബാല്യത്തിൽ ചില സഹപാഠികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഗാന്ധിജി ചെയ്തപ്പോൾ അതിൽ കുറ്റബോധം തോന്നിയിട്ട് എല്ലാം പിതാവിനോട് തുറന്ന് സമ്മതിക്കുകയും പിതാവ് അത് ക്ഷമിക്കുകയും ഗാന്ധിജിയെ അനന്തമായ സ്നേഹത്തോടെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയും ചെയ്തു. ജേണി ത്രൂ ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യൻ തത്വചിന്തകളിലൂടെയുള്ള ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗാന്ധിയുടെ തത്വചിന്തയുടെ കേന്ദ്രം അഹിംസയായിരുന്നു. അത് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും മാറ്റം വരുത്താൻ കഴിയുന്ന സജീവ ശക്തിയായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അദ്ദേഹം ലണ്ടനിൽ നിയമപഠനം തുടരാനുള്ള ഗാന്ധിയുടെ തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ യാത്രയിൽ ഒരു നിർണായക ഘട്ടമായി മാറി. ലണ്ടനിൽ പഠിച്ച കാലത്ത് ഗാന്ധിജി പാശ്ചാത്യ തത്വചിന്തകളുമായി പരിചയപ്പെട്ടു. ജോൺ റസ്കിൻ്റെ അൺടു ദിസ് ലാസ്റ്റും ലിയോ ടോൾസ്റ്റോയിയുടെ രചനകളും അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ഇതിലൂടെ അദ്ദേഹം ലളിത ജീവിതം, ആത്മീയ മൂല്യങ്ങൾ, അഹിംസ എന്നിവയെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി സ്വീകരിച്ചു. റേഷ്യൽ സെഗ്രിഗേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ദക്ഷിണാഫ്രിക്കയിലെ വംശീയ വിവേചനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണം ദക്ഷിണാഫ്രിക്കയിൽ വംശീയ വേർതിരിവ് നിയമപരമായി സ്ഥാപിച്ചു. ഇത് ഇന്ത്യൻ തൊഴിലാളികളിൽ വിവേചനവും ചൂഷണവും നേരിട്ടു. അവർക്ക് ഭൂമി നഷ്ടപ്പെടുകയും അടിസ്ഥാന അവകാശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഈ സാഹചര്യം പിന്നീട് വർണ്ണവിവേചന വ്യവസ്ഥ എന്ന പേരിൽ രൂപപ്പെടാൻ കാരണമായി. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങൾ നമുക്ക് നോക്കാം. ഗാന്ധിജി 1893 ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി എത്തി. 21 വർഷം അവിടെ താമസിച്ചു. ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങൾ ഇന്ത്യൻ സമൂഹത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിനോടൊപ്പം 1894 അദ്ദേഹം നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് NIC സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങൾ പിന്നീട് ഇന്ത്യയിലെ വംശീയ അനീതിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് വഴിതെളിയിച്ചു. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. വാട്ട് പ്രിൻസിപ്പിൾ ഡിഡ് ഗാന്ധി എംബ്രേസ് ഫ്രം ജൈൻ ഫിലോസഫി? ജൈന തത്വചിന്തയിൽ നിന്ന് ഗാന്ധിജി സ്വീകരിച്ച തത്വം അനേകാന്തവാദം. വിച്ച് എസ്സേ ബൈ ഹെൻറി ഡേവിഡ് തറോ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധിസ് ഫിലോസഫി ഓഫ് നോൺ വയലന്റ് റെസിസ്റ്റൻസ്? സിവിൽ നിയമലംഘനം. What concept did Gandhi draw from the Bhagavad Gita, emphasizing it as a dynamic voice for social and political change? Ahimsa. What was the name of the colonial system that enforced racial segregation and discrimination in South Africa? Varna Vivechanam, Apartheid. In which year did Gandhi arrive in South Africa to work as a lawyer? ഗാന്ധിജി ഒരു അഭിഭാഷകനായി ജോലി ചെയ്യാൻ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് 1893. വാട്ട് വാസ് ദി പൊസിഷൻ ഹെൽഡ് ബൈ കരംചന്ദ് ഗാന്ധി ഇൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് പോർബന്ദർ? ദിവാൻ. Which philosophical concept did Gandhi draw from the Upanishad, emphasizing the interconnectedness of all life? ആത്മാവ്. ഉപനിഷത്തുകളിൽ നിന്ന് ഗാന്ധിജി സ്വീകരിച്ച തത്വചിന്താപരമായ ആശയം ഏതാണ്? ആത്മാവ്. Which organization did Gandhi establish in 1894 to advocate for the rights of the Indian community? ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഗാന്ധിജി 1894 സ്ഥാപിച്ച സംഘടന നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് NIC. What term did Gandhi coin to describe his philosophy of non-violent resistance, emphasizing the power of truth in social and political change? സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റത്തിൽ സത്യത്തിൻ്റെ ശക്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അഹിംസാത്മകമായ പ്രതിരോധത്തെക്കുറിച്ചുള്ള തൻ്റെ തത്വചിന്തയെ വിവരിക്കാൻ ഗാന്ധിജി ഉപയോഗിച്ച പദം സത്യാഗ്രഹം. During which conflict did Gandhi serve as a structure bearer for the British Army?
ഏത് സംഘർഷകാലത്താണ് ഗാന്ധിജി ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി സ്ട്രക്ചർ വെയറായി സേവനമനുഷ്ഠിച്ചത്? രണ്ടാം ബോയർ വാർ. ഈ യൂണിറ്റിൽ നിന്നും വരാൻ സാധ്യതയുള്ള 2 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഒന്ന്, എക്സ്പ്ലോർ ദി പിവറ്റൽ റോൾ പ്ലേഡ് ബൈ ദി നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് (NIC) ഇൻ ഫെസിലിറ്റേറ്റിംഗ് മഹാത്മാ ഗാന്ധീസ് ആക്ടിവിസം ആൻഡ് ദി അഡ്വാൻസ്മെൻറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് റൈറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനും ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ പുരോഗമിപ്പിക്കുന്നതിനും നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് (NIC) വഹിച്ച നിർണായക പങ്ക് പരിശോധിക്കുക. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ചെറിയ രീതിയിലുള്ളൊരു ആൻസറും കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലോർ ദ ട്രാൻസ്ഫോർമേറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് മഹാത്മാ ഗാന്ധീസ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ് ഫിലോസഫി ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്. ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധിജി നടത്തിയ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ അഹിംസാത്മക പ്രതിരോധ തത്വചിന്തയുടെ വികാസത്തിൽ ഉണ്ടാക്കിയ രൂപാന്തര സ്വാധീനം പരിശോധിക്കുക.